സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് തേനും വയമ്പും അനുപല്ലവി. മാനത്ത ശിങ്കാര ദസസാസ എന്നാണ് പറയുന്നത്. മാനത്ത ശിങ്കാര ദസസാസ തോപ്പിൽ സരി സരി സദാ തോപ്പിൽ സരി 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 സദാ തോപ്പിൽ. അടുത്തത് ഒരു ഞാലിപ്പൂവൻ പദ സ പഴ സ അവിടെ ഒന്നുകൂടി രണ്ട് സായും കൂടി പദ സ ഒരു ഞാലിപ്പൂവൻ പഴ തോട്ടം സരിഗ സദാ തോട്ടം സരിഗ സദ ഒരു ഞാലിപ്പൂവൻ പഴ തോട്ടം സരിഗ സദാ. അടുത്തത് മാനത്ത ശിങ്കാരത്തോപ്പിൽ തോപ്പിൽ. അടുത്തത് ഒരു ഞാലിപ്പൂവൻ പഴ ഒന്നിച്ചു കൊണ്ട് വരും സ എന്നുള്ളത് പദ സ ഒരു ഞാലിപ്പൂവൻ പഴ തോട്ടം സരിഗ സദാ. ഓക്കെ. അടുത്തത് കാലത്തും വൈകിട്ടും ദഗരിഗരി സദസ ദഗരിഗരി സദസ കാലത്തും വൈകിട്ടും ദഗരിഗരി സദസ കാലത്തും വൈകിട്ടും. അടുത്തത് കൂമ്പാളത്തേനുണ്ണ അവിടെ സരി സരി സദ പദ ചെറിയ ദൈവതം കൂമ്പാളത്തേനുണ്ണാൻ തേനുണ്ണ ന വരെ വരും സരി സരി സദ പദ കൂമ്പാളത്തേനുണ്ണ നവാഴ ധ പദ പ ആ ചെറിയ ദൈവത്തെ തന്നെ കൂട്ടി വായിക്കുന്നത് ധ പദ പ നവാഴ നവാഴ. മനസ്സിലായോ? നവാഴ. അപ്പൊ അവിടം വരെ കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണാനവാഴ ദഗരിഗരി സദസ സരി സരി സദ പദ. മനസ്സിലായോ? തോട്ടത്തിൽ പഗഗരിരി തോട്ടത്തിൽ പഗഗരിരി. മനസ്സിലായോ? പഗഗരിരി തോട്ടത്തിൽ. അവിടെ ഒരു വാസന്തി രാഗത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരിക. അതല്ലാതെ മൊത്തം മോഹനമായി. ഏത് അനുപല്ലവി. ഇപ്പൊ വാസന്തിയിലേക്ക് ഇങ്ങോട്ട് കടന്ന്. ഓക്കെ. അപ്പം കാലത്തും വൈകിട്ടും കൂമ്പാളത്തേനുണ്ണാനവാഴ അവിടെ ദ പദ പഗഗരിരി തോട്ടത്തിൽ നീയും പോരുന്നോ രേഗ പഗരിരി സസ അവിടെ രേ പഗദപ രേ പഗദപ ഗരി രേ പഗദപ ടച്ച് ചെയ്ത് വായിക്കാം. രേ പഗദപ രേ ഗപ രേ പഗദപ ഗരി രേ പഗദപ ഗരി രി സസ രേ പഗദപ ഗരി. കണ്ടോ? രേ പഗദപ ഗരി രി സസ അല്ലെങ്കിൽ രേ ഗപ ഗരി രി സസ നീയും പോരുന്നോ. ഇത്രയും മതി. അപ്പം പല്ലവിയും കഴിഞ്ഞ് അനുപല്ലവിയും കഴിഞ്ഞ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു അഹങ്കാരത്തിൻ്റെ ചെറിയൊരു കഥ പറഞ്ഞുതരാം. അത്രയ്ക്കും അഹങ്കാരം നാശമാണെന്നുള്ള ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരമ്മയ്ക്ക് 3 മക്കളാണ്. അച്ഛൻ, അമ്മ, ഒരു മോള്. പാവങ്ങളാണ്. നല്ല ശാന്തിയും സമാധാനത്തോടെ ജീവിച്ച് പോവുകയാണ്. പക്ഷെ ഇവർക്ക് നല്ല പ്രാർത്ഥനയിൽ 3 വരം ഇവർക്ക് ലഭിച്ച്. 3 ആക്കും ഓരോരോ വരം. അതിൽ അമ്മ പറഞ്ഞ് ആദ്യം തന്നെ അമ്മ പറഞ്ഞ് എനിക്ക് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സുന്ദരിയാവണമെന്ന്. ഏറ്റവും നല്ല സുന്ദരി അങ്ങോട്ടാക്കി കൊടുത്ത്.
അപ്പം അമ്മയ്ക്ക് അച്ഛൻ്റെ സ്റ്റൈല് പോരാ. അമ്മ എന്താ പറഞ്ഞ്, എനിക്ക് വിവാഹമോചനം കിട്ടണം എന്ന് പറഞ്ഞു. എനിക്ക് ഇയാളെ വേണ്ട പറഞ്ഞു. അപ്പം ഇയാളെ വരാണ് അടുത്തത്. ഇയാൾക്ക് ചൂടായി. ഇദ്ദേഹം എന്ത് ചെയ്ത്, അമ്മനെ അങ്ങോട്ട് ശപിച്ച് കിട്ടിയ വരം കൊണ്ട് വിരൂപിയായി പോട്ടെ എന്ന് പറഞ്ഞു. ഏറ്റവും പക്ഷേ അപ്പോഴത്തേക്കും അമ്മ കംപ്ലീറ്റ് രൂപമൊക്കെ മാറി കറുത്തൊക്കെ എല്ലാം കൂടി എന്തോ ആയിപ്പോയി. അയ്യോ. അപ്പം അച്ഛൻ്റെയും അമ്മൻ്റെയും വരം കഴിഞ്ഞ് മോൾക്ക് സങ്കടം തോന്നി, വിഷമം തോന്നി. മോളെന്ത് പറഞ്ഞ്, അമ്മ സാധാരണ നിലയിൽ തന്നെ ആയി വരട്ടെ എന്ന് പറഞ്ഞ് സാധാരണ മാതിരി അമ്മയായി. അപ്പം 3 ആളെ വരവും കഴിഞ്ഞ് ആ കഷ്ടപ്പാട് തന്നെ അവർ വീണ്ടും ഇതേപോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കണം, ഇവർക്ക് ഈ 3 വരം കൊണ്ട് ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, ബഹുമാനം, എളിമി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവരിപ്പോൾ എവിടെയോ ടോപ്പിലെത്തി. ഒരൊറ്റ വരം ഒരാൾ സംസാരിച്ചാൽ മതിയായിരുന്നു, അതിൽ വരം നേടിയാൽ ഉയർച്ച കിട്ടിയിരുന്നു. അപ്പം ഈ അഹങ്കാരം അത്യാർത്ഥ്യം വന്നല്ലോ, അത് നാശമാണ്. അപ്പം ഇത് സംഗീതം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ചു ആത്മീയമായ ഒരു സംഗതിയാണ് സംഗീതം എന്ന് പറയുന്നത്. അത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും, ഞാനിതേ എപ്പോഴും കൊണ്ട് പറയുള്ളൂ, അഹങ്കാരം ഉണ്ടാവരുത്. കഴിയുന്നതും കണ്ടറിഞ്ഞ് ജീവിക്കുക. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യുക. അതുകൊണ്ട് സംഗീതം നല്ല രീതിയിൽ കൊണ്ടുപോകണേ. ഇതന്നെ എനിക്ക് പറയാനുള്ളത്. ശുദ്ധ മനസ്സോടെ. ശരി.